ഫോക്കസ് ഓൺ ഫൈനാൻസിലേക്ക് സ്വാഗതം. വരുമാനം നേടിത്തരുന്ന പല നിക്ഷേപ മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കടപ്പത്രങ്ങൾ. കടപ്പത്രങ്ങൾക്ക് ഡിബഞ്ചറുകൾ എന്നും ഇംഗ്ലീഷിൽ പറയുന്നു. കടപ്പത്രങ്ങൾ പുറപ്പെടുവിക്കുന്നത് സർക്കാരോ അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അതുമല്ലെങ്കിൽ കമ്പനികളോ ആണ്. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങൾ അവ സർക്കാരിൻ്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം സമാഹരിക്കുന്നതിന് വേണ്ടിയായിരിക്കും. അതേസമയം കമ്പനികൾ കടപ്പത്രങ്ങളിലൂടെ പണം സമാഹരിക്കുന്നത് കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, വർക്കിംഗ് ക്യാപിറ്റൽ പോലുള്ള മറ്റ് ആവശ്യങ്ങൾക്കും കൂടിയാണ്. ഏതാവശ്യത്തിനു വേണ്ടിയായാലും ധനസമാഹരണമാണ് കടപ്പത്രങ്ങളുടെ ലക്ഷ്യം. കടപ്പത്രങ്ങൾ സർക്കാരാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ അത് താരതമ്യേന കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്ന വ്യത്യാസമാണുള്ളത്. കമ്പനികൾ പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങൾക്ക് അതേസമയം പലിശ കൂടുതലായിരിക്കും. എന്നാൽ സർക്കാരിൻ്റെ കടപ്പത്രങ്ങളുടെ അത്ര സുരക്ഷിതത്വം ഉണ്ടാവണമെന്നുമില്ല. സർക്കാരിൻ്റെ കടപ്പത്രങ്ങൾക്ക് പലിശ നിരക്ക് തന്നെ കുറവായിരിക്കും. കടപ്പത്രങ്ങൾ രണ്ട് തരമാണുള്ളത്. ഒന്ന്, ഓഹരികളാക്കി മാറ്റാവുന്ന കടപ്പത്രങ്ങൾ. രണ്ട്, ഓഹരികളാക്കി മാറ്റാൻ കഴിയാത്ത കടപ്പത്രങ്ങൾ. ഓഹരികളാക്കി മാറ്റാൻ കഴിയുന്ന കടപ്പത്രങ്ങളെ CDകൾ എന്നാണ് പറയുക, കൺവേർട്ടിബിൾ ഡിബഞ്ചറുകൾ എന്ന അർത്ഥത്തിൽ. ഓഹരികളാക്കി മാറ്റാൻ കഴിയാത്ത കടപ്പത്രങ്ങളെ നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചറുകൾ അല്ലെങ്കിൽ NCDകൾ എന്ന് പറയുന്നു. NCDകളാണ് പൊതുവെ കമ്പനികൾ ഇഷ്യൂ ചെയ്യാറുള്ളത്. ഓഹരികളാക്കി മാറ്റാവുന്ന കടപ്പത്രങ്ങൾ അടുത്ത കാലത്തായി പല കമ്പനികളും പുറപ്പെടുവിക്കാറില്ല. കൂടുതൽ കമ്പനികളും NCDകൾ പുറപ്പെടുവിക്കുന്നതിനാൽ അവ ഒരു നിക്ഷേപ മാർഗമായി ഏവർക്കും തിരഞ്ഞെടുക്കാവുന്നതാണ്. കമ്പനികളുടെ NCDകൾ ചേരുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് കമ്പനിയാണോ അല്ലെങ്കിൽ ഏത് സംരംഭമാണോ NCD ഇഷ്യൂ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. പല കമ്പനികൾ NCD വിപണിയിൽ എത്തുമ്പോൾ ആ കമ്പനികളുടെ പ്രാധാന്യമനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. NCDകളുടെ പേരും പെരുമയുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പരിശോധിക്കേണ്ടത്. പൊതുജന അഭിപ്രായം വളരെ മികച്ച തോതിലുള്ള കമ്പനികൾ നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും അഭികാമ്യം. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രവർത്തനം, കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, കമ്പനിയുടെ ലാഭക്ഷമത തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഏത് കമ്പനിയിൽ നിക്ഷേപിച്ചാലാണ് പണം സുരക്ഷിതമായിരിക്കുക എന്ന് തീരുമാനിക്കേണ്ടത്. മറ്റൊന്ന്, കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. നമ്മൾ ബാങ്കിൽ നിന്നോ മറ്റേതെങ്കിലും ധനസ്ഥാപനത്തിൽ നിന്നോ വായ്പ എടുക്കാൻ ചെന്നാൽ അവർ നമ്മളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് പരിശോധിക്കാറുണ്ട്. വ്യക്തികളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കമ്പനികളുടെ ക്രെഡിറ്റ് റേറ്റിംഗ്. കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന NCDകൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എത്രയാണ് എന്നുള്ള കാര്യം നിക്ഷേപകൻ മനസ്സിലാക്കിയിരിക്കണം. ക്രെഡിറ്റ് റേറ്റിംഗ് നൽകുന്നത് റേറ്റിംഗ് കമ്പനികളാണ്. ഏതാണ്ട് 7-8 കമ്പനികൾ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവയാണ് കമ്പനികൾക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് നൽകുന്നത്. അത് പലതരത്തിലുള്ള റേറ്റിങ്ങുകളുണ്ട്. AAA, AAA- തുടങ്ങി D എന്ന അക്ഷരത്തിൽ ഉള്ള റേറ്റിങ്ങുകൾ വരെയുണ്ട്. ഇതെല്ലാം NCDകളുടെ സുരക്ഷിതത്വത്തെയാണ് കാണിക്കുന്നത്. AAA റേറ്റിംഗ് ഉള്ള NCDകളിൽ പണം നിക്ഷേപിക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. കാരണം അവ വളരെ സുരക്ഷിതമാണെന്ന സൂചനയാണ് ഈ AAA എന്ന റേറ്റിങ്ങിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. റേറ്റിംഗ് കുറഞ്ഞ കമ്പനികളാണെങ്കിൽ, അതായത് കെയർ അല്ലെങ്കിൽ ക്രിസിൽ അല്ലെങ്കിൽ ICR തുടങ്ങിയ കമ്പനികളാണ് റേറ്റിംഗ് നൽകുന്നത്. ആ റേറ്റിംഗ് നിലവാരം കുറവായിട്ടുള്ള കമ്പനിയാണെങ്കിൽ അത്തരം കമ്പനികളെ നമ്മൾ നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കാതിരിക്കുകയായിരിക്കും വേണ്ടത്. മറ്റൊരു കാര്യം നമ്മൾ ഉറപ്പാക്കേണ്ടത് പലിശ നിരക്കുകളാണ്. പലിശ നിരക്കുകൾ പലതരത്തിലാണ് പല കമ്പനികളും വാഗ്ദാനം ചെയ്യുന്നത്. ചില കമ്പനികൾ വളരെ ഉയർന്ന പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് പലപ്പോഴും നിക്ഷേപകർക്ക് ഒരു പ്രലോഭനമായി മാറാറുണ്ട്. എന്നാൽ ചില കമ്പനികൾ വളരെ കുറഞ്ഞ പലിശ നിരക്ക് മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത്. പലിശ നിരക്കുകൾ യുക്തിക്ക് നിരക്കാത്ത നിലവാരത്തിൽ ഉള്ളതാണെങ്കിൽ
നമ്മൾ അത്തരം കമ്പനികളുടെ കടപ്പത്രങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് ബുദ്ധിമോശമായിരിക്കും. ഉദാഹരണത്തിന് ടെലിവിഷനിലും പത്രങ്ങളിലുമൊക്കെ നമ്മൾ പല പരസ്യങ്ങളിലും കാണാറുണ്ട് 15% വരുമാനം അല്ലെങ്കിൽ 12% വരുമാനം നൽകുന്ന നിക്ഷേപ പദ്ധതി എന്ന മട്ടിൽ NCDകളെ പറ്റി ഉള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരം പരസ്യങ്ങളിൽ ഭ്രമിച്ച് നമ്മൾ അത്തരം കമ്പനികളിൽ പണം നിക്ഷേപിച്ചാൽ നമുക്ക് പണം ഒരിക്കലും തിരിച്ചു കിട്ടിയില്ലെന്ന് വരും. അതുകൊണ്ട് ഉയർന്ന പലിശയല്ല നോക്കേണ്ടത്, മിതമായ പലിശയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതിനു പുറമെ പലിശ നൽകുന്നതിൽ ഈ കമ്പനി ഇതിനു മുമ്പ് വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നറിയാൻ, അതുപോലെ തന്നെ നിക്ഷേപത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിയുടെ റേറ്റിംഗ്, ആ കമ്പനിയുടെ NCDകളുടെ റേറ്റിംഗ് കൂടി നമ്മൾ പരിശോധിക്കണം. ക്രെഡിറ്റ് റേറ്റിംഗും കമ്പനിയുടെ വിശ്വാസ്യതയും അല്ലെങ്കിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷനും ഒക്കെ പരിഗണിക്കുന്നതിന് കൂടെ തന്നെ പരിഗണിക്കേണ്ട മറ്റൊന്നാണ് കമ്പനി മുമ്പ് സ്വീകരിച്ചിട്ടുള്ള നിക്ഷേപങ്ങളുടെ തിരിച്ച് നൽകൽ, അത് റീപേയ്മെൻറ്റ് എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയിൽ നിന്നുള്ള വരുമാനം, അതിൽ നിന്നുള്ള പലിശ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. പല കമ്പനികളും അല്ലെങ്കിൽ മിക്ക കമ്പനികളും തന്നെ പറയാം പലിശ പ്രതിമാസ അടിസ്ഥാനത്തിൽ നൽകും. മറ്റ് മാർഗ്ഗങ്ങളുമുണ്ട്, 3 മാസം കൂടുമ്പോഴൊരിക്കലോ അതല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ നമുക്ക് വേണമെങ്കിൽ പലിശ ഈടാക്കാവുന്ന തരത്തിലുള്ള സംവിധാനവും ഉണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ കാലാവധി തീർന്നിട്ട് മതി നമുക്ക് പണം ആവശ്യമുള്ളത് എങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതായത് പ്രതിമാസമായോ 3 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ അതുമല്ലെങ്കിൽ കാലാവധി എത്തുമ്പോഴോ നമുക്ക് പലിശ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഓപ്ഷനുകൾ എപ്പോഴും NCDകളോടൊപ്പം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള ഈ പണം തിരികെ കിട്ടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ അത് ഏതൊക്കെ രീതിയിലാണെന്നും വരുമാനം ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഉറപ്പാക്കിയിരിക്കണം. മറ്റൊന്ന് കാലാവധിയാണ്. കടപ്പത്രങ്ങളുടെ കാലാവധി വളരെ പ്രധാനമാണ്. പല കടപ്പത്രങ്ങളും ദീർഘകാല കാലാവധിയുള്ളവയാണ്. അതായത് 3 വർഷം മുതൽ 10 വർഷം വരെയൊക്കെയുള്ള കടപ്പത്രങ്ങളാണ് പൊതുവെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ പണം തിരികെ കിട്ടേണ്ട ആവശ്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ തുടർച്ചയായി വരുമാനം കിട്ടേണ്ടതിൻ്റെ ആവശ്യകത അനുസരിച്ചോ നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ കാലയളവ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാലയളവ് പിന്നീട് നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതിനാൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ വ്യക്തമായ ഓപ്ഷനുകൾ രേഖപ്പെടുത്തിയിരിക്കണം. മറ്റൊന്ന്, ഇവയെല്ലാം ഉറപ്പാക്കി കഴിഞ്ഞാൽ പോലും, അതായത് കമ്പനിയുടെ വിശ്വാസ്യത, ക്രെഡിറ്റ് റേറ്റിംഗ്, കാലാവധി, പലിശ നിരക്കുകൾ ഇവയൊക്കെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാലും ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഈ NCD കമ്പനി പുറപ്പെടുവിക്കുന്ന ഈ പ്രത്യേക NCD ഇത് മറ്റ് സാമ്പത്തിക ഉപാധികളുമായിട്ട്, അതായത് ബാങ്ക് പലിശ, പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള പലിശ അല്ലെങ്കിൽ ഓഹരിയിൽ നിന്നുള്ള വരുമാനം, ഇങ്ങനെയൊക്കെയുള്ള ആസ്തികളിൽ നിന്നുള്ള വരുമാനവുമായി എങ്ങനെ താരതമ്യപ്പെടുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അനുയോജ്യമായ NCD തിരഞ്ഞെടുക്കാൻ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്ന ആസ്തികൾ വേറെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അതിൽ നിക്ഷേപിക്കാനുള്ള അവസരം നമ്മൾ ഈ NCDയിൽ പണം മുടക്കുന്നതിലൂടെ നഷ്ടമാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ചാൽ, ഇത്രയും കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് വരുമാനത്തിനുള്ള ഒരു പുതിയ മാർഗ്ഗമാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. കടപ്പത്രങ്ങൾ സുരക്ഷിതമാണ്, അത് കമ്പനികളെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുക്കുന്ന കമ്പനി ഏത് എന്നുള്ളതാണ്. അതിൽ നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ വളരെ സുരക്ഷിതമായ ഒരു വരുമാന മാർഗ്ഗമായിരിക്കും ഉറപ്പാകുക.